السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മൾ സഈദ് ഇബ്നു വഹഫ് അൽ കഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൻസിലത്തുസ് സ്വലാത്തി ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് വായിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, ആ ഗ്രന്ഥത്തിലെ 5ഓളം പാഠങ്ങൾ നമ്മൾ വായിച്ച് പൂർത്തിയാക്കി. ഇനി നമുക്ക് വായിക്കാനുള്ളത് 6ാമത്തേതും ലാസ്റ്റത്തേതുമായ പാഠമാണ്. അൽ മബ്ഹസു അസ്സാദിസു, 6ാമത്തെ ചർച്ച, ഫളലുസ് സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്നതാണ്. 6ാമത്തെ ചർച്ചയ്ക്ക് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്നാണ്. ഇതിൽ അദ്ദേഹം 16ഓളം ഹദീസുകൾ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. 15ഓളം ഹദീസുകൾ, ഒരു ആയത്തും. ഒന്നാമത്തേത് അദ്ദേഹം കൊടുക്കുന്നത് ആയത്താണ്. നിസ്കാരത്തിൻ്റെ 1ാമത്തെ ശ്രേഷ്ഠത, നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മോശമായ മ്ലേച്ഛമായ കാര്യങ്ങളെ തടയുന്നതാണ്, എതിർക്കുന്നതാണ്, നിരോധിക്കുന്നതാണ് എന്നതാണ്. ഖാല അല്ലാഹു തആല ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നും താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടത് താങ്കൾ ഓതിക്കൊടുക്കുക. ഓതിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓതുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. വ അഖിമിസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. അപ്പം ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തിൽ താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടത് താങ്കൾ ഓതുക, അതനുസരിച്ച് അമൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലെന്ത് പെട്ടു? നിസ്കാരം പെട്ടു. എന്നിട്ട് പ്രത്യേക നിസ്കാരത്തെ എടുത്തു പറഞ്ഞു, വാക്കിമിസ് സ്വലാത്ത, നീ നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക എന്ന്. അത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളെ തടയുന്നതാണ് എന്ന്. നിസ്കാരം മോശമായ കാര്യങ്ങളെ, മ്ലേച്ഛമായ കാര്യങ്ങളെ തടയും. നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരു ശ്രേഷ്ഠതയാണ്, ഒരു നേട്ടമാണ്. എന്താണ് നിസ്കാരം? ഫഹ്ശായിനെയും മുൻകറിനെയും, മോശമായ ഹറാമായ മ്ലേച്ഛമായ കാര്യങ്ങളെ തടയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ കൃത്യമായി നിസ്കരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും ഖുശൂഉം ഹുദുവൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ കൃത്യമായി നിസ്കരിക്കുകയാണ് എങ്കിൽ അയാളുടെ ഹൃദയം പ്രകാശപൂരിതമാകും. അയാൾക്ക് ആഖിറബോധമുണ്ടാകും. അള്ളാഹുവുമായിട്ട് നല്ല അടുപ്പം അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹം പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാകും. അള്ളാഹുവുമായി അടുപ്പമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിരതനാകാൻ അയാൾ തയ്യാറാകും. നിസ്കാരത്തിലെ കൂടെ കിട്ടുന്നത് ഈ ഒരു നേട്ടമാണ് എന്നാണ്. തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മ്ലേച്ഛമായ കാര്യങ്ങൾ തടയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ആൾ കാലക്രമേണ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും, അള്ളാഹുമായിട്ട് നല്ല അടുപ്പമുള്ള ആളായി മാറും എന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, എന്നാൽ നിസ്കാരത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെയാണ് എന്താണ്? അള്ളാഹുവിനുള്ള സ്മരണയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുക? നിസ്കാരത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കണം ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു നന്നായി അറിയുന്നവനാണ് എന്ന്. അപ്പോൾ നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. എന്തോടൊപ്പം തന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആൾ അള്ളാഹുമായിട്ട് അടുക്കാനും അവൻ്റെ ഹൃദയം പ്രകാശപൂരിതമാകാനും അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മാറി നിൽക്കാനും കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്താണ്? നിസ്കരിക്കുന്ന ആളെ നിസ്കാരം മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ് എന്ന്. ഇതാണ് 1ാമത്തെ നേട്ടം. 2ാമത്തെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, അഫ്ദലുൽ അഅമാലി ബഅദ ഷഹാദതൈൻ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന രണ്ട് സാക്ഷ്യവാക്യങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അമല് നിസ്കാരാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠകരമായ അമല് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹ, സമയത്ത് നിസ്കരിക്കലാണ് എന്ന്. ഏറ്റവും ശ്രേഷ്ഠകരമായ അമല്. ഖാല ഖുൽതു സുമ്മ അയ്യുൻ, ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്, നന്മ ചെയ്യല് ഏറ്റവും ശ്രേഷ്ഠകരമായ അമല്. ഖാല ഖുൽതു സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് പ്രവാചകരെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് എന്ന്. ഈ മൂന്ന് അമലിനും പ്രത്യേകതയുണ്ട്. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏത് എന്ന് ചോദിച്ചപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞു. രണ്ട്, ജിഹാദിനേക്കാൾ മുന്നേ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ജിഹാദ് എന്ന അമലിന് ശ്രേഷ്ഠതയാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ മൂന്ന് അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഈ മൂന്ന് അമലുകളാണ്. ഒന്ന് നിസ്കാരം, രണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ, മൂന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ. ഈ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഞാൻ ഇനിയും ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇനിയും കിട്ടുമായിരുന്നു എന്ന്. വീണ്ടും ആവർത്തിച്ച് ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അത് ഇനിയും എനിക്ക് പറഞ്ഞു തന്നെ. ഈ മൂന്നെണ്ണം ചോദിച്ചു നിർത്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് എണ്ണിയത് നിസ്കാരമാണ് എന്നതാണ് ഈ ഹദീസിനെ ഇവിടെ ഇദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണം. രണ്ട് ഷഹാദത്ത് കലിമകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ അമല് നിസ്കാരമാണ് എന്ന് ഇതിലൂടെ കിട്ടുന്നു എന്ന്. വല്ലാഹു അഅലം. മൂന്നാമത്തേത്, നിസ്കാരം നമ്മുടെ പാപകരമായ കാര്യങ്ങളെയെല്ലാം കഴുകിക്കളയുന്നതാണ്. തഗ്സിലു അൽ ഖതായ, നിസ്കാരം നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത്. തെറ്റുകുറ്റങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുപാപങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു കായിക മനസ്സിലാക്കിക്കണം, പഠിച്ചു വെക്കണം. ഏതൊരു കർമ്മം അത് ചെയ്താൽ പാപങ്ങൾ മാപ്പാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുപാപങ്ങളാണ്. അതായത് ചെറിയ പാപങ്ങളെ അള്ളാഹു മാപ്പാക്കുന്നത് കുറേ രീതിയിലൂടെയാണ്. ഒന്ന്, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് മാപ്പാക്കി കൊടുക്കും. രണ്ട്, ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നവർക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കും. മൂന്ന്, സൽക്കർമ്മങ്ങൾ ചെറുപാപങ്ങളെ മായ്ക്കാൻ അള്ളാഹു കാരണമാക്കും. സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹു പാപങ്ങൾ മായ്ച്ചു കളയും, ചെറുപാപങ്ങളെ. അപ്പോൾ സൽക്കർമ്മങ്ങളിലൂടെ മായ്ച്ചു കളയുന്ന പാപങ്ങൾ ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ മായ്ക്കപ്പെടാൻ, പൊരുത്തപ്പെട്ട് കിട്ടാൻ, മാപ്പാക്കി കിട്ടാൻ തൗബ ഷർത്താണ്, നിബന്ധനയാണ്. ഒരു കർമ്മങ്ങൾ കൊണ്ടും വൻപാപം മായ്ക്കപ്പെടുകയില്ല, ഒരു കർമ്മം ഒഴികെ. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹജ്ജ് അതിൽപ്പെട്ടതാണ് എന്ന്. കാരണം ഹജ്ജിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്നതാണ് എന്ന്. അപ്പോൾ ഹജ്ജിലൂടെ വൻപാപവും മായ്ക്കപ്പെടും എന്ന് കിട്ടുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇതല്ലാത്ത മറ്റൊരു കർമ്മവും തന്നെ എന്തെയില്ല, വൻപാപത്തെ മായ്ക്കുകയില്ല, മാപ്പാക്കുകയില്ല. വൻപാപങ്ങൾ തൗബ ചെയ്ത് തന്നെ അള്ളാഹുവിൽ നിന്നും മാപ്പ് തേടണം. എന്നാൽ സൽക്കർമ്മങ്ങളിലൂടെ ചെറുപാപങ്ങൾ അള്ളാഹു മാപ്പാക്കുന്നതാണ്. അങ്ങനെ ചെറുപാപങ്ങളെ മാപ്പാക്കുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒരു സൽക്കർമ്മമാണ് അസ്സലാഹ്, നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുസ്സലവാത്തിൽ ഖംസ്, 5 വക്ത് നിസ്കാരത്തിന്റെ ഉപമ കമസലി നഹ്രിൻ ഗംരിൻ, ധാരാളം വെള്ളമുള്ള ഒരു പുഴ പോലെയാണ്. 5 വക്ത് നിസ്കാരത്തിന്റെ ഉപമ ധാരാളം വെള്ളമുള്ള ഒരു പുഴ പോലെയാണ്. അല ബാബി അഹദിക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത്, വാതിലിന്റെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്,
ആ നദിയിൽ നിന്നും നിങ്ങളിൽ ഒരാൾ 5 നേരം കുളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഉപമയാണത്. അതായത് നമ്മുടെ ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു നദിയുണ്ട്, ധാരാളം വെള്ളമുള്ള ഒരു നദിയുണ്ട്. ആ നദിയിൽ നമ്മളിൽ ഒരാൾ 5 നേരവും കൃത്യമായി കുളിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാവുമോ? ഉണ്ടാകുകയില്ല. അതുപോലെയാണ് 5 വക്ത് നിസ്കാരം. കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഒരു ചെറുപാവങ്ങളും ഉണ്ടാകുകയില്ല. എല്ലാം അല്ലാഹു മാപ്പാക്കും. ആ നിസ്കാരത്തിലൂടെ ചെറുപാവങ്ങൾ മാപ്പാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയുന്നത്. 4-മത്തേത് തുകഫിറു സയ്യിആത്ത്. ഇതേപോലെ തന്നെ നമ്മുടെ പാവങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമാണ് നിസ്കാരം. ഒരു പാവം ചെയ്തു പോയാൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം കാരണമായി അള്ളാഹു ദൈവം ആ പാവത്തെ മാപ്പാക്കി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു, 5 വക്ത് നിസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുൻ, അതിനിടയിലുള്ള ചെറുപാപങ്ങളെല്ലാം മാപ്പാക്കാൻ അത് പ്രായശ്ചിത്തമാണ്, കാരണമാണ്. ഇദജ്തുനിബത്തിൽ കബായിറു, വൻപാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ. വൻപാപം ചെയ്യാത്ത ആളാണ് എങ്കിൽ, ചെറുപാപങ്ങൾ മാത്രമുള്ള ആളാണ് എങ്കിൽ അവൻ്റെ ചെറുപാപങ്ങളെല്ലാം 5 വക്ത് നിസ്കാരം കാരണമായി അള്ളാഹു മാപ്പാക്കും. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ജുമുഅക്ക് ശേഷം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജുമുഅ നിസ്കരിക്കലോടുകൂടി ആ പാപങ്ങളെല്ലാം, ആ ഒരാഴ്ചത്തെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. ആ ജുമുഅക്ക് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജുമുഅ നിസ്കരിക്കുമ്പോൾ ആ ഒരാഴ്ചക്കിടയിലുള്ള പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. ജുമുഅ നിസ്കാരം, 2 ജുമുഅ നിസ്കാരങ്ങൾക്കിടയിലുള്ള നമ്മുടെ ചെറുപാപങ്ങൾ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. അതേപോലെ തന്നെ റമളാനു ഇലാ റമളാൻ, 2 റമളാനുകൾക്കിടയിലുള്ള, കൃത്യമായി റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ആ നോമ്പിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പാക്കും. അടുത്ത റമളാനായി കഴിഞ്ഞാൽ ഈ റമളാനിന് ശേഷം അടുത്ത റമളാനിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറുപാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മാപ്പാക്കും. അത് ഓരോ വർഷവും അങ്ങനെയാണ്. ഒരു മുഅ്മിന്റെ സൗഭാഗ്യം നോക്കിയേ, അവനിൽ സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ അള്ളാഹു വ്യത്യസ്ത രീതിയിൽ മാപ്പാക്കുകയാണ്. അത് ഒരു മുഅ്മിന് അള്ളാഹു നൽകുന്ന സ്ഥാനാണ്, തൗഹീദിന്റെ ദറജയാണ്. ഇതിൻ്റെ അർത്ഥം പാപങ്ങൾ ചെയ്യൽ അനുവദനീയമാണെന്നല്ല. പാപങ്ങൾ ചെയ്യൽ അനുവദനീയമാണെന്ന് വിശ്വസിക്കൽ കുഫറാണ്. അയാൾ പറയാണ് പാപങ്ങളൊന്നും ഹറാമല്ല, അത് ഹലാലാണെന്ന് പറഞ്ഞാൽ കാഫിറാവും. നിത്യജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ, ധിക്കരിക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന ഉദ്ദേശം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന, ദേഹേച്ഛ കടിമപ്പെട്ടോ സാഹചര്യങ്ങൾ കടിമപ്പെട്ടോ ചെയ്തു പോകുന്ന ചെറുപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രീതിയിൽ മാപ്പാക്കി തരും. നാളെ മഹ്ശറിൽ അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പ്രത്യേകം വിളിക്കും. ഓരോരുത്തരെയും പ്രത്യേകം വിളിച്ചിട്ട് അവരോട് അള്ളാഹ് പറയും, നീ ഇന്ന പാപങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ മുഅ്മിൻ സമ്മതിക്കും, അതേ അള്ളാഹുവേ, ദുനിയാവിൽ നിന്റെ ഈ പാപങ്ങളെല്ലാം ഞാൻ മറച്ചു വെച്ചു, അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. ഇതാ മഹ്ശറയിൽ ഇവിടെ ഈ പാപങ്ങളെല്ലാം എനിക്ക് മാപ്പാക്കി തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ അയൽക്കാരുടെ ദർജ നോക്കിയേ. ചെയ്തിട്ടുണ്ട ചെറുപാപങ്ങൾ ദുനിയാവിൽ അതെല്ലാം ഞാൻ മറച്ചു വെച്ചു, അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. ഇതാ പരലോകത്ത് ആ പാപങ്ങളൊക്കെ ഞാൻ മാപ്പാക്കി തന്നു, നീ സ്വർഗ്ഗത്തിൽ പോയി വന്നു. അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യവാന്മാരുണ്ട്. നല്ല തൗഹീദുള്ള, നല്ല ഇഖ്ലാസുള്ള, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ചാണോട് ചാണ് പിൻപറ്റുന്ന, നല്ല ഈമാനുള്ള, യഖീനുള്ള, തവക്കുലുള്ള വ്യക്തിത്വങ്ങൾ. അങ്ങനെ ആൾക്കാർക്കിടയിൽ ജീവിതത്തിൽ അബദ്ധങ്ങളൊക്കെ വന്നു പോകും, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകും. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? അവിടെ വലിയ ഈമാനും യഖീനും തവക്കുലും കാരണത്താൽ ഒക്കെ മായ്ച്ചോളെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചില ആൾക്കാരുണ്ട് അവരുടെ തൗഹീദും ഈമാനും യഖീനും തവക്കുലും ഒക്കെ അത്ര ടോപ്പ് ദർജയിലായിരിക്കും. ആ ദർജയിലുള്ള യഖീനും ഈമാനും കാരണത്താൽ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ താനേ മായ്ക്കപ്പെടുമെന്ന്. ആ ജീവിതത്തിൽ പാപങ്ങളായി ബാക്കിയാകൂലാൻ അത് അള്ളാഹു മാപ്പാക്കി കളയുക തന്നെ. അത്ര ദർജയിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അഖീദ പഠിക്കണം എന്ന് പറയുന്നത്. അഖീദയും മനഹജൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. തവക്കുല്,
യഖീൻ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഇത് പഠിക്കുമ്പോഴാണ്, അഖീദ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്, തൗഹീദ് പഠിക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് കൂടുക. അള്ളാഹിനെ സംബന്ധിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് കൂടുക. അള്ളാഹുമായിട്ടുള്ള ബന്ധം അഭേദ്യമാകുക. തവക്കിലാകുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തൗഹീദിന്റെ ടോപ്പ് ദർജയാണ് തവക്കുലിന്റെ ദർജ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈദ് പറഞ്ഞു, ഈ കർമ്മങ്ങളെല്ലാം മാപ്പാക്കപ്പെടപ്പെടുന്നത് എന്ത് ചെയ്യണം? അവൻ വൻപാപം ചെയ്തവനാകാൻ പാടില്ല. ഇദജ്തുനിബത്തിൽ കബായിറു, വൻപാപങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഷർത്താണ്. വൻപാപം ചെയ്ത ആളാണെങ്കിൽ ഈ ഓഫർ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, കക്കുകയോ കൊല്ലുകയോ വ്യഭിചരിക്കുകയോ കള്ളുടിക്കുകയോ പോലുള്ള വൻപാപങ്ങൾ ചെയ്ത ആളാണ് എങ്കിൽ ഇതൊക്കെ വൻപാപങ്ങളാണ്, കബായിറുകളാണ്. അത് ചെയ്താക്കി ഈ പറയപ്പെട്ട ഓഫറില്ല. 5 വക്ത് നിസ്കാരം, ജുമുഅ, റമദാൻ പോലുള്ള അതിൻ്റെ ഇടയിലുള്ള ചെറുപാവങ്ങൾക്ക് മാപ്പാക്കുക എന്നുള്ള ഓഫറില്ല. 5-ാമത്തെ കാര്യം, റസൂലുള്ളാഹി നിസ്കാരം നൂറുൻ ലി സാഹിബിഹ, നിസ്കരിക്കുന്ന ആൾക്ക് പ്രകാശമാണ്. ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും പ്രകാശമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയാണ്, അന്നഹു ദക്കറ സ്വലാത്ത യൗമൻ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, മൻ ഹാഫള അലൈഹ, ആരെങ്കിലും 5 വക്ത് നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിച്ച് പാലിച്ച് നിർവഹിക്കുകയാണ് എങ്കിൽ, കാനത്ത് ലഹു, ആ നിസ്കാരം അവനായിത്തീരും, നൂറൻ, പ്രകാശമായി തീരും, വബുർഹാനൻ, അവനക്ക് തെളിവ് ആയിത്തീരും, വനജാത്തൻ, അവനക്ക് രക്ഷയുമായി തീരും എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വമൻ ലം യുഹാഫിള് അലൈഹ, നിസ്കാരത്തെ ഒരാൾ കൃത്യമായി പാലിക്കുന്നില്ല എങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാൻ വലാ നജാത്ത്, അത് അവനക്ക് പ്രകാശമോ തെളിവോ രക്ഷയോ ആകുകയില്ല എന്ന്. വകാന യൗമൽ ഖിയാമത്തി, മാത്രമല്ല ഈ നിസ്കാരം കൃത്യമായി പാലിക്കാത്ത, ഖുശൂ ഖുളൂ ഒന്നും ശ്രദ്ധിക്കാത്ത, നിസ്കാരത്തിന് സമയം ശ്രദ്ധിച്ച് നിസ്കരിക്കാത്ത ആൾക്കാർ നാളെ പരലോകത്ത് മാ ഖാറൂൻ വ ഫിർഔൻ വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്, ഈ പറയപ്പെട്ട ആൾക്കാരുടെ കൂടെയായിരിക്കും. ഖാറൂന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും വലിയ ശത്രുക്കൾ, അല്ലെ അള്ളാഹുവിന്റെ ദീനിന്റെ വലിയ അന്ന് ജീവിച്ചിരുന്ന ശത്രുക്കൾ, അവരുടെ കൂടെയായിരിക്കും നാളെ നിസ്കാരം പാഴാക്കുന്ന ആളുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. അല്ലെ, നിസ്കരിക്കുന്ന ആൾക്ക് ഒരു പ്രകാശം ഉണ്ടാവും. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, മൻ കസുറത്ത് സ്വലാത്തുഹു ഫിൽ ലൈൽ ഹസുന വജ്ഹുഹു ഫിൻ നഹാർ, ആരുടെയെങ്കിലും രാത്രി നിസ്കാരം അധികരിച്ചാൽ, ഒരാൾ നല്ല ധാരാളമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാകുന്ന, ഒരു പ്രകാശം ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. ഹസുന വജ്ഹുഹു ഫിൻ നഹാർ, നിസ്കാരം പ്രകാശം ഉണ്ടാക്കും. നിസ്കരിക്കുന്ന ആൾക്ക് ഒരു പ്രകാശം, ഒരു നൂറ് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ മുഖത്ത് കാണാൻ പറ്റുന്നു. വേറെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശായീന ഫിൽ ദുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ, ഇരുട്ടിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രകാശം ഉണ്ടെന്ന സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പള്ളികളിലേക്ക് നടന്നിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ശ്രേഷ്ഠതയാണെന്ന്. പള്ളിയിലേക്ക് നടന്നിട്ട് പോക്കാണ് ശ്രേഷ്ഠത. വാഹനത്തിൽ പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠത നടന്നിട്ട് പോകുന്നതിനാണ്. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇരുട്ടിൽ നടന്നിട്ട് പള്ളിയിലേക്ക് വരികയാണ് എങ്കിൽ നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രകാശമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇശാ നിസ്കാരം, അതായത് രാത്രി നിസ്കാരം, മഗ്‌രിബ് നിസ്കാരമൊക്കെ അതിൽപ്പെടും. രാത്രി നിസ്കാരങ്ങൾ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്. അപ്പം ഇരുട്ടുണ്ടാകുക എന്നതല്ല പ്രധാനം, നടന്നിട്ട് വരിക എന്നതാണ് പ്രധാനം. നടന്നിട്ട് പള്ളി പോകുന്നവർക്ക് പ്രത്യേക കൂലിയുണ്ട്. ഈ ഹദീസ് റസൂൽ പറയുന്നത്, ബശ്ശിരിൽ മശായീന ഫിൽ ദുലമി ഇലൽ മസാജിദ്, ഇരുട്ടിൽ പള്ളികളിലേക്ക് നടന്നിട്ട് പോകുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, ബിന്നൂരി താമി യൗമൽ ഖിയാമ, പൂർണ്ണമായ പ്രകാശം ഉണ്ടാകും നാളെ പരലോകത്ത്. ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് നിസ്കാരത്തിലൂടെ കിട്ടുന്നത്. 6-ാമത്തെ കാര്യം, യർഫഉല്ലാഹു ബിഹാ അദ്ദറജാത്ത് വയഹുത്തു അൽ ഖതായ, നിസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാനം, ദറജ ഉയർത്തുകയും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യും എന്ന്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസ്റത്തി സുജൂദ്,
നീ ധാരാളം സുജൂദ് ചെയ്യുന്നതിനെ മുറുകെ പിടിക്കുക. ധാരാളം സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ധാരാളമായി നിസ്കാരം അധികരിപ്പിക്കുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحتى عنك بها خطيئة. നീ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും ആ സുജൂദ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഒരു ദറജ ഉയർത്തുകയും ഒരു തിന്മ മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഒരു നിസ്കാരം ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ മഗ്‌രിബ് നിസ്കരിച്ചു 3 റക്അത്ത്, 3 റക്അത്തിൽ 6 സുജൂദ്, അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, എത്ര സുജൂദ്? 4 സുജൂദ്. അപ്പം 6 സുജൂദ് അല്ലേ? ഒരു റക്അത്തിൽ 2 സുജൂദ്, 3 റക്അത്തിൽ 6, 6 4 10 സുജൂദ്. 10 സുജൂദിലൂടെ 10 ദർജ നമ്മൾ ഉയർത്തി, 10 പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി. ഇങ്ങനെ നിസ്കരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കിക്കൊണ്ടേയിരിക്കും, ദർജകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് വലിയ കാര്യമാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, ഞാനൊരു നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഖനത്തിൽ വായിച്ചത്, ഒരു പണ്ഡിതൻ എഴുതിയത്, നിസ്കാരം കൃത്യമായി പാലിക്കുന്ന, അധികമായി സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ആൾക്ക് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവും, നിലയും വിലയും ഉണ്ടാവും, മുഅ്മിനീങ്ങൾക്കിടയിൽ ദറജ ഉണ്ടാവും എന്ന്, സ്വീകാര്യനാവും അയാൾ എന്ന്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയതാകാം, ഈ ഹദീസിന്റെ മാന അതാകാം. അള്ളാഹു ഒരു ദറജ ഉയർത്തും, നാളെ പരലോകത്ത് ഉയർത്തും, ദുനിയാവിൽ ഉയർത്തും, സ്ഥാനം അള്ളാഹു ഉയർത്തും എന്ന്. ഇതും നിസ്കാരത്തിനോട് കിട്ടുന്ന നേട്ടമാണ്. 7ാമത്തെ കാര്യം, മിൻ അഅ്ലമി അസ്ബാബി ദുഖൂലിൽ ജന്നതി ബിരിഫ്ഖത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൂട്ടുകാരനായി നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള കാരണം നിസ്കാരാണ്. നബിയുടെ കൂടെ, നബിയുടെ റഫീഖായിട്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുള്ളവർ നിസ്കാരം കൃത്യമായി ശ്രദ്ധിക്കണമെന്ന്. റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്തു അബീതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാപ്പാർക്കുമായിരുന്നു. റസൂലുള്ളാഹിയുടെ കൂടെ രാത്രിയിൽ റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുമായിരുന്നു, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി വിളിച്ചാൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് സഹാബാക്കളുടെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഫഅതൈതുഹു, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോയി, ബിവദൂഇഹി വഹാജതിഹി, നബിക്ക് ആവശ്യമായ കാര്യങ്ങളായിട്ടും വുദൂ ചെയ്യാനുള്ള വെള്ളക്കായിട്ട് ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോയി. സഹാബാക്കൾ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഫഖാല ലീ, അപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, സൽ, നീ ചോദിക്കുക, എനിക്കെന്താ വേണ്ടത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളുടെ കൂടെ, താങ്കളുടെ കൂട്ടുകാരനായി നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. കാല, അവ ഖൈറ ദാലിക്, ചോദിച്ചു, മറ്റെന്തെങ്കിലും? ഇതന്നെയാണോ വേണ്ടത്, വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവദാ, എനിക്ക് അതാ വേണ്ടത്. കാല, റസൂലുള്ളാഹി പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, അഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി നീ എന്നെ സഹായിക്കുക. നിന്റെ നഫ്സിന് വേണ്ടി നീ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നിസ്കാരം അധികരിപ്പിച്ചുകൊണ്ട്, ധാരാളമായി നിസ്കരിക്കുകയാണ് എങ്കിൽ എൻ്റെ കൂട്ടുകാരനായി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്ന്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തതല്ല, ചോദിച്ചതല്ല, മറിച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. കുബൂരികൾ, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ ഹദീസ് മരിച്ചവരോട്, മഹാന്മാരോട്, നബിയോട് ഭൗതികമല്ലാത്ത കാര്യങ്ങൾ, സ്വർഗം പോലുള്ള കാര്യങ്ങൾ ചോദിക്കാം എന്നതിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. ഈ ഹദീസിന്റെ മറ്റ് റിപ്പോർട്ടുകളിലൊക്കെ ഉള്ളത്, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, താങ്കൾ എനിക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യണം പോലുള്ള പ്രയോഗങ്ങളാണ്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്ത്? താങ്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ എന്ന്. അല്ലാതെ ഈ ഹദീസ് എന്തില്ല, നബിയോട് സ്വർഗം ചോദിച്ചു, അതുകൊണ്ട് നമുക്ക് നബിയോട് സ്വർഗം ചോദിക്കാം എന്നത് തെളിവില്ല. ഈ ഹദീസിന്റെ ഈ ഭാഗം മാത്രം എടുത്തിട്ടാണ്, ഈ റിപ്പോർട്ട് മാത്രം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, കുബൂരികൾ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഭൗതിക കാര്യങ്ങളല്ല, ഭൗതിക കാര്യങ്ങളും സ്വർഗം വരെ നബിമാരോടും മഹാന്മാരോടും ചോദിക്കാം എന്നതിന് തെളിവ് കൊണ്ടുവരും. ഈ ഹദീസ് ഒരിക്കലും അതിന് തെളിവല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഓരോ ഹദീസുകളും ആയത്തുകളും എല്ലാവർക്കും ആയത്തൊന്നു തന്നെയാണല്ലോ. ഖുർആൻ എല്ലാവരും ഖുർആനാണ്, സമസ്തക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഖുർആൻ ഒന്ന് തന്നെയാണ്, ഹദീസും അങ്ങനെ തന്നെയാണ്. പിന്നെ ഹദീസിനെയും ആയത്തിനെയും
അവർ മനസ്സിലാക്കുന്നിടത്താണ് അബദ്ധം പറ്റുന്നത്. അവർ നിലകൊണ്ട മൻഹജാണ് അവരെ അങ്ങനെ മനസ്സിലാക്കിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ പാടുള്ളൂ നമ്മൾ പറയുന്നത്. സഹാബാക്കൾ എങ്ങനെയാണോ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആനും ഹദീസും പഠിച്ചെടുത്തവർ സഹാബാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ശിഷ്യന്മാർ സഹാബാക്കളാണ്. ഖുർആനും ഹദീസും വഹിയാണ്. അവകളെ മറ്റ് വ്യക്തികളുടെ വാക്കുകളെ വ്യാഖ്യാനിക്കുന്നത് പോലെ, കേൾക്കുന്ന പോലെ, വായിക്കുന്നത് പോലെ വായിക്കാൻ പറ്റുകയില്ല. അതിന് ആശയ തലങ്ങൾ ഉണ്ടാകും. അള്ളാഹും റസൂലും ഉദ്ദേശിച്ച ഭാഗങ്ങൾ ഉണ്ടാകും. അവ മനസ്സിലാക്കണമെങ്കിൽ അവ പഠിച്ചെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പഠിച്ചെടുത്ത സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ല ഖുർആൻ ഓരോരുത്തർക്കും അവനവന് മനസ്സിലാക്കുന്നത് പോലെ ആകാമെന്നാണ് എങ്കിൽ ഒരായത്തിൽ നിന്ന് 10 മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നീട് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഓരോരുത്തരും അവർക്ക് മനസ്സിലാകുന്നത് പോലെ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കാൻ തുനിഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് സലഫികൾ ബിദഈകളോട് ചോദിക്കുന്നത്, ഈ ആയത്തിനെ ഇങ്ങനെ മനസ്സിലാക്കിയ സലഫ് ആരാണ്? സഹാബി മനസ്സിലാക്കിയോ? താബി മനസ്സിലാക്കിയോ? തബൂ താബി മനസ്സിലാക്കിയോ? കാരണം ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ ഒരു മൻഹജ് ഉണ്ട്. ആ മൻഹജ് അനുസരിച്ചിട്ടേ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പേച്ചു. ഏത് ബിദഈ പ്രസ്ഥാനത്തെയും എടുത്തു നോക്കിയാൽ ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, പുത്തനാശയക്കാർ. അവരൊക്കെ എടുത്തു നോക്കിയാൽ അവരൊക്കെ പിഴച്ചത് അവരുടെ വാദങ്ങൾക്ക് ആയത്തോ ഹദീസോ ഇല്ലാഞ്ഞിട്ടല്ല. ഏത് ബിദഈയും അവനൊരു ബിദഈ ആശയം പറഞ്ഞാൽ അവൻ്റെ ആ ആശയത്തിന് അവൻ ആയത്തോതും ഹദീസ് പോതും. അപ്പൊ ആയത്തോ ഹദീസോ ഇല്ലാഞ്ഞിട്ടല്ല ബിദഈകളായത്, പുത്തനാശയക്കാരായത്. മറിച്ച് സഹാബാക്കൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഉദാഹരണത്തിന് സമസ്തക്കാര്, കുബൂരികൾ, അവർ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ആയത്തോതും. മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ ചോദിച്ചാൽ അവർ പറയും ഉണ്ട്. വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ സ്വന്തത്തോട് അക്രമം ചെയ്ത സന്ദർഭത്തിൽ അവർ താങ്കളുടെ അടുക്കിലേക്ക് വരികയും താങ്കളും അവരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, താങ്കൾ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവരും അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്ന ആളായും കരുണ ചെയ്യുന്ന ആളായും കണ്ടെത്തുന്നതാണ് എന്ന്. അതായത് അവരുടെ ഇസ്തിഗ്ഫാർ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന്. ഈ ആയത്ത് കുബൂരികൾ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആയത്താണ്. എന്നാൽ ഈ ആയത്തിനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ആള് ആര്? ഏത് സഹാബിയാണ് ഇങ്ങനെ മനസ്സിലാക്കിയത്? ഏത് താബിയാണ് മനസ്സിലാക്കിയത്? ഏത് തബൂ താബിയാണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. കാരണം സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഏകാഭിപ്രായക്കാരാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രമാണ് എന്ന്. മുനാഫിക്കുകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണിത്. മുനാഫിക്കുകൾ അവരുടെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രശ്നത്തിന്റെ വിധി തേടിക്കൊണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും എന്താ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അവർ ഖുർആനിലേക്ക് റസൂലിലേക്ക് വരണമായിരുന്നു, വന്നിട്ടില്ല. അങ്ങനെ റസൂലിനെ പ്രയാസപ്പെടുത്തി. ആ വിഷയം അള്ളാഹു ഇങ്ങനെ സംസാരിച്ചിട്ട് അള്ളാഹു പറയാൻ, അവർ അങ്ങനെ ഒരു അക്രമം ചെയ്ത സന്ദർഭത്തിൽ, ഇനി എപ്പോഴും ചെയ്താലെന്നല്ല, ചെയ്തു പോയൊരു കാര്യത്തെ കുറിച്ച് പറയാണ്. ഇത് ലലമു അൻഫുസഹും, അവർ അവരോട് അക്രമം ചെയ്ത ആ സന്ദർഭത്തിൽ കഴിഞ്ഞു പോയി. അവർ ജാഊക, താങ്കൾ അടുക്കലേക്ക് വരികയും വസ്തഗ്ഫറുല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും വസ്തഗ്ഫറ ലഹും അർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നാണ്. ഇവരെന്താക്കിയത്? മരിച്ചു പോയ റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് യാ റസൂലല്ലാഹ് കാക്കണേ, പൂർത്തിയരണേ എന്ന് പറയാം എന്നാക്കി. എന്നാൽ ഈ ആയത്ത് മരിച്ചുപോയവർക്ക് തെളിവല്ല എന്നത് ഇജ്മാണ്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രമാണെന്നതിനുള്ള തെളിവാണ്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രമുള്ള വിഷയമാണിത് എന്നതിൽ കൂടി തന്നെ ഈ ആയത്തിൽ ഉള്ളത് എന്താണ്? ഈ കുബൂരികൾ പറയുന്ന പ്രകാരമാണെങ്കിൽ
റസൂലിന്റെ അടുക്കിലേക്ക് പോകണം. വിട്ടു വിളിക്കാൻ പറ്റുമോ? ഇല്ല. ജാഊക, താങ്കൾ അടുക്കിലേക്ക് വരികയും. അപ്പം പാപം ചെയ്തവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? റസൂലിനെ പുറത്തു തരാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോകേണ്ടി വരും. ഈ ആയത്ത് റസൂലിന്റെ മരണശേഷവുമാണ് എങ്കിൽ പാപം ചെയ്തവർക്ക് എന്ത് ചെയ്യണം? മദീനയിലേക്ക് പോകണം. ജാഊക, താങ്കളിലേക്ക് വരികയും ചെയ്യണം എന്നാ പറഞ്ഞത്. ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു. അപ്പോൾ ഈ ആയത്ത് ഒരിക്കലും ഇതല്ല മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല. എന്നാൽ എന്തുകൊണ്ട് ഈ ആയത്ത് ഇവർക്ക് തെളിവായി? ഇവർ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ഈ ആയത്ത് മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇവർ തെളിവാക്കി. ആയത്ത് ഒരിക്കലും തെളിവല്ല. അപ്പൊ പേച്ചത് എവിടെയാണ്? ആയത്തില്ലാത്തതുകൊണ്ടാണോ? ആയത്തില്ലാത്തത് കൊണ്ടല്ല. ആ ആയത്തിന് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അവർ മനസ്സിലാക്കിയില്ല. താബിഉകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. തബൂ താബിഉകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. ഈ ആയത്ത് ഓതിയിട്ട് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഓതിയിട്ട് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, മരിച്ചവരോട് സഹായം തേടാം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കുബൂരിയോട് ചോദിക്കുക, ഈ ആയത്തിനെ ഇങ്ങനെ ഏതെങ്കിലും സഹാബി മനസ്സിലാക്കിയിട്ടുണ്ടോ? താബി മനസ്സിലാക്കിയിട്ടുണ്ടോ? തബൂ താബി മനസ്സിലാക്കിയിട്ടുണ്ടോ? ബസ് ചോദ്യം കഴിഞ്ഞ്. മറുപടി ഇല്ല. പിന്നെ ആരാ മനസ്സിലാക്കിയത്? പിൽക്കാലക്കാരായ ആരാ മനസ്സിലാക്കിയത്? ഒരു ആറാബി മനസ്സിലാക്കിയതാണ്. ആ ഹദീസ് തന്നെ ദുർബലാണ്. ഒരു ആറാബി ഖുർആൻ ഇങ്ങനെ ഓതാണ്. ആറാബി എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആളാണ്, പക്ഷെ ഇൽമില്ല, ജാഹിലാണ്. ഒരു പണ്ഡിതന്റെ കീഴിൽ ഇൽമ പഠിച്ച ആളല്ല. അയാൾ ഇങ്ങനെ ഖുർആൻ ഓതാണ്. ഖുർആൻ ഓതുമ്പോഴാണ് അയാൾ പാപിയാണ്, ഒരുപാട് ഹറാമുകളൊക്കെ ചെയ്ത ആളാണ്. അയാൾ എന്ത് ചെയ്യാണ്? ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരു ആയത്ത് കണ്ട് സൂറത്തുൽ നിസായില് വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അവർ തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ, സ്വന്തത്തോട് അക്രമം ചെയ്ത സന്ദർഭത്തിൽ താങ്കൾ അടുക്കലേക്ക് വരികയും താങ്കളും അവരും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ് എന്ന് ഇയാൾ അർത്ഥം വെച്ചു. ഇയാൾ നേരെ മദീനത്തെ കിട്ടും. അയാൾ അമൽ ചെയ്തു. ഇവിടുത്തെ നമ്മൾ നാട്ടത്തെ കുബൂരികൾ അമൽ ചെയ്യുന്നില്ല, മദീനയിലേക്ക് പോകുന്നില്ല തെറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ആ ആറാബി മദീനയിലേക്ക് പോയി, നബിയുടെ കബറിടക്കിലേക്ക് പോയി. നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഖുർആനിൽ ആയത്ത് കണ്ടു, ആ ആയത്തിലുള്ളത് താങ്കൾക്ക് വന്നിട്ട് താങ്കൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹ് പുറത്തിരുന്നാണ്, അതുകൊണ്ട് താങ്കൾ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം, ഞാൻ അങ്ങയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നൊരു സംഭവം. ആ സംഭവം തന്നെ കള്ള ഹദീസാണ്, ദുർബലാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. ആ കള്ള ഹദീസാണ് കുബൂരികൾ എന്ത് ചെയ്യുക? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തെളിവ് കൊണ്ടുവരിക. ഉത്തുബി കഥ എന്നാ പറയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉത്തുബി കഥ. ഉത്തുബി കാണുന്നതാണിത്. ഉത്തുബി ആ സന്ദർഭത്തിൽ, ഉത്തുബി എന്ന് പറയുന്ന ഒരാള് ആ സന്ദർഭത്തിൽ എവിടെയുണ്ട്? നബിയുടെ കബറിന്റെ അരികിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ കാണാണ് ഈ ആറാബി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഈ പറയുന്നു, നബിയെ, ഞാൻ ഖുർആൻ ഒരു ആയത്ത് കണ്ടു, ഈ ആയത്താണ്, അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പാപങ്ങൾ പൂർത്തി തരാൻ വേണ്ടിയിട്ട് അങ്ങ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞത് കണ്ടു. അങ്ങനെ ആ ആറാബി പോയി. സാധു ആറാബി അങ്ങ് തെറ്റായി മനസ്സിലാക്കി, ആ ആയത്ത് അങ്ങനെയാന്ന് മനസ്സിലാക്കി. ആ ആറാബി അതും പറഞ്ഞിട്ട് പോയപ്പോൾ ഉത്തുബി ഉറങ്ങി. ഉത്തുബി ഉറങ്ങുന്ന സന്ദർഭത്തിൽ റസൂൽ സ്വപ്നത്തിൽ വരും. ഉത്തുബിയോട് സ്വപ്നത്തിൽ റസൂൽ പറയും, ഉത്തുബി, ആ ആറാബിയുടെ പോയി ചെന്ന് പോയിട്ട് പറ, അള്ളാഹ് പുറത്തന്നിന്. ഇതാണ് സംഭവം. കള്ള ഹദീസാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടാൽ തന്നെ അത് ആര് മനസ്സിലാക്കിയതാണ്? ഒരു ആറാബി ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ സാധു ആറാബി എന്ത് ചെയ്തു? അയാൾ നാട്ടിൽ നിന്നും മദീനയിലേക്ക് വന്നു. ജാഊക്കാന്നുണ്ടല്ല, നബിയുടെ അടുക്കലേക്ക് വരണ്ടേ, അങ്ങനെ മദീനയിൽ വന്ന് പറഞ്ഞതാണ്. ഇതാണ് സംഭവം. ഇത് ഇവിടുന്ന് യാ റസൂലല്ലാഹ് കാക്കണേ എന്ന് പറയാൻ ഇവിടുത്തെ കുബൂരികൾക്ക് തെളിവ്. അങ്ങനെ തെളിവാവുക എന്തൊരു വിരോധാഭാസാണിത്. അപ്പം ആയത്തോ ഹദീസോ ഇല്ലാഞ്ഞിട്ടല്ല, അതിനെ മനസ്സിലാക്കുന്നിടത്താണ് എല്ലാവർക്കും പിഴ പറ്റിയിട്ടുള്ളത്. അപ്പോൾ മരിച്ചുപോരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസിനെ, റബിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഹദീസിനെ കുബൂരികൾ തെളിവേ കൊണ്ടുവരും. കണ്ടില്ലേ? റസൂലാണ് സ്വർഗം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ താമസിക്കാൻ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. കണ്ടില്ലേ? സ്വർഗം ചോദിച്ചു. സ്വർഗം അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ചോദിക്കാൻ കിട്ടിയില്ലേ? ഇവിടെ സ്വർഗമല്ല ചോദിക്കുന്നത്, മറിച്ച് എന്താണ്? സ്വർഗത്തിൽ അങ്ങയുടെ കൂടെയാകാൻ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് വ്യത്യസ്ത മറ്റു റിപ്പോർട്ടിൽ, തൊബ്രാനി, ഇമാം അഹ്മദ് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ അത് അതേപോലെ വന്നിട്ടുണ്ട്. അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അല്ലാതെ റസൂൽ സ്വർഗം കൊടുക്കണം എന്നല്ല, അതിന് അധികാരം ആർക്കില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല. നമുക്ക് എട്ടാമത്തേത് അൽ മശിയു ഇലൈഹാ തുക്തബു ബിഹി അൽ ഹസനാതു വതുർഫഉ അദ്ദറജാതു വതുഹത്തുൽ ഖതായ.
നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് പോവുക എന്നുള്ളത് നന്മകൾ എഴുതപ്പെടാനും ദറജകൾ ഉയർത്തപ്പെടാനും പാപങ്ങൾ മായ്ക്കപ്പെടാനും കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്നും ശുദ്ധിയായാൽ, വീട്ടിൽ നിന്നും വുളു ചെയ്താൽ, സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക്, പള്ളിയിലേക്ക് നടന്നിട്ട് വരികയും ചെയ്താൽ, ലിയഖ്ലിയ ഫരീലതൻ മിൻ ഫറായിലില്ല, ഒരു ഫർള് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട്, സുബ്ഹിയോ ളുഹ്റോ അസ്റോ മഗ്രിബോ ഇശാവോ ഏതെങ്കിലും ഒരു ഫർള് നിർവഹിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ, കാനത്ത് ഖത്വതാഹു, അവൻ്റെ 2 കാൽച്ചവിടുകളുണ്ടല്ലോ, വലത്തെ കാല് ഇടത്തെ കാല്, ഓരോന്ന്, ഇഹ്ദാഹുമാ തഹ്തു ഖതിയതൻ, ഒന്ന് അവൻ്റെ പാപങ്ങൾ മായ്ക്കും, വൽ ഉഖ്റ തർഫഉ ദറജതൻ, മറ്റേത് അവൻ്റെ സ്ഥാനം അല്ലാഹുവിൽ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. ഓരോ ചവിട്ടടിയും ഒന്ന് പാപം മായ്ക്കും, മറ്റേത് ദറജ ഉയർത്തും. ഒന്ന് നടന്നിട്ട് വരിക എന്നുള്ളതാണ് നിസ്കാരത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ പള്ളീൻ്റെ അടുത്തുള്ളവർ പരമാവധി നടന്നിട്ട് വരാൻ, പള്ളീൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ നടന്നിട്ട് വരാൻ പറ്റുന്നവർ പള്ളിയിലേക്ക് നടന്നിട്ട് പോവുകയാണെങ്കിൽ ഏറെ കൂലിക്കത് കാരണമായി തീരുമെന്ന്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലഅ അഹദുക്കും ഫഅഹ്സനൽ വുദൂഅ, ആരെങ്കിലും നന്നായി വുദൂ ചെയ്യുകയും സുമ്മ ഖറജ ഇലൽ മസ്ജിദ്, ഇതിന്റെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ, ലം യർഫഅ ഖദമഹുൽ യുംന ഇല്ലാ കതബല്ലാഹു ലഹു ഹസന വലം യലഅ ഖദമഹു അൽ യുസ്ര ഇല്ലാ ഹത്തല്ലാഹു അൻഹു സയ്യിഅ. അങ്ങനെ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അവനവൻ്റെ വലത്തേക്കാല് വെക്കുമ്പോൾ ആ വലത്തേക്കാലിന് പകരമായി അള്ളാഹു ഒരു നന്മ എഴുതുകയും ഇടത്തേക്കാല് വെക്കുമ്പോൾ ഒരു തിന്മ മായ്ക്കുകയും ചെയ്യുന്നതാണ് എന്ന്. അതുകൊണ്ട് ചില സലഫുകളെ സംബന്ധിച്ച് പറയാനുള്ളവർ സ്റ്റെപ്പ് ചെറുതാക്കി വെക്കുമായിരുന്നു, ഒരുപാട് സ്റ്റെപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ദർജകൾ ഉയർത്തപ്പെടും, പാപങ്ങളൊക്കെ മായ്ക്കപ്പെടും. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് കാല് നീട്ടി വെക്കാതെ ചെറുതായിട്ട് വെക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് ഈ ഹദീസിൻ്റെ അമലിന് വേണ്ടിയിട്ട്. 9-ാമത്തേത് തുഅദ്ദു ളിയാഫതു ഫിൽ ജന്ന, തുഅദ്ദു ളിയാഫതു ഫിൽ ജന്നതി ബിഹാ കുല്ലമാ ഗദാ ഇലൈഹിൽ മുസ്ലിമു ഔ റാഹ. ഒരു മുസ്ലിം രാവിലെയും വൈകുന്നേരവും എല്ലാം പള്ളിയിലേക്ക് പോകുമ്പോഴെല്ലാം സ്വർഗത്തിൽ അവന് വേണ്ടി വിരുന്നൊരുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് ഒരാൾ രാവിലെ പോവുകയോ അല്ലെങ്കിൽ വൈകുന്നേരം പോവുകയോ ചെയ്താൽ, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ, അള്ളാഹു സ്വർഗത്തിൽ അവനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നതാണ്. കുല്ലമാ ഗദാ ഔ റാഹ, രാവിലെയും വൈകുന്നേരം പോകുമ്പോഴെല്ലാം അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കി വെക്കും അവനക്ക് വേണ്ടിയിട്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. 10-ാമത്തേത് യഗ്ഫിറുല്ലാഹു ബിഹദ്ദുനൂബ ഫീമാ ബൈനഹാ വബൈനസ് സലാത്തില്ലത്തി തലിഹാ, ഓരോ നിസ്കാരത്തിന്റെയും ഇടയിൽ സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ ആ നിസ്കാരം കാരണമായി അള്ളാഹു മാപ്പാക്കുന്നതാണ്, മഗ്ഫിറത്ത് കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ ഫയുഹ്സിനുൽ വുദൂഅ, ഒരു മുസ്ലിമായ വ്യക്തി നന്നായി വുദൂ ചെയ്യുകയും ഫയുസല്ലി സ്വലാത്തൻ, നിസ്കരിക്കുകയും ചെയ്താൽ, ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈനസ് സ്വലാത്തില്ലത്തി തലിഹാ, 2 നിസ്കാരത്തിന്റെ ഇടയിൽ സംഭവിച്ചു പോയ ചെറുപാവങ്ങൾ അല്ലാഹു മാപ്പാക്കും. സുബ്ഹിന്റെയും ളുഹറിന്റെയും ഇടയിൽ സംഭവിച്ചതൊക്കെ അല്ലാഹു മാപ്പാക്കും. സുബ്ഹി ളുഹർ നിസ്കരിച്ചാൽ, ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള ചെറുപാവങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കും. സുബ്ഹി ളുഹറും അസറും നിസ്കരിച്ചാൽ, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള പാവങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കും. അസറും മഗ്രിബും നിസ്കരിച്ചാൽ, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള പാവങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കും. മഗ്രിബും ഇശാ നിസ്കരിച്ചാൽ, ഇശായിന്റെയും സുബ്ഹിന്റെയും ഇടയിലുള്ള പാവങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കും. ഇശാവും സുബ്ഹി നിസ്കരിച്ചാൽ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മുസ്ലിം മരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, ഒരു മുവഹിദായ വ്യക്തി മരിക്കുമ്പോൾ അവൻ വൻപാപം ചെയ്തിട്ടില്ല എങ്കിൽ ശുദ്ധനായി മുവഹിദായി പാപങ്ങളില്ലാത്തവനായി അവൻ മരണപ്പെടും. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായി നിസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാര്യം നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിസ്കാരം കൊണ്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 11-ാമത്തേത് തുകഫിറു മാ ഖബലഹാ മിനദ്ദുനൂബ്, കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും, നിസ്കാരത്തിന് മുമ്പുള്ള എല്ലാ പാപങ്ങളും, ചെറുപാപങ്ങൾ അള്ളാഹു മാപ്പാക്കും. വീണ്ടും വേറെ ഹദീസ് കൊടുക്കുകയാണ്, മാമിൻ ഇംബ്രിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൽ മക്തൂബ ഫയുഹ്സിനു വുദൂഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ, ഏതൊരു മുസ്ലിം
അവൻക്ക് ഫർള് നിസ്കാരം ഹാജരാകുമ്പോൾ അവൻ കൃത്യമായി വുളു ചെയ്യുകയും അതിൻ്റെ നിസ്കാരത്തിന്റെ ഖുശൂഉം ഖുളൂഉം ഒക്കെ ഭംഗിയാക്കിയൊക്കെ ചെയ്താൽ ഇല്ല കാനത്ത് കഫാറത്തൻ ലിമാ ഖബ്ലഹ മിനദ്ദുനൂബ്, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കും. മാലം യഅതി കബീറതൻ, അവൻ വൻ പാപം ചെയ്തിട്ടില്ല എങ്കിൽ. അതൊരു കണ്ടീഷനാണ്. വൻ പാപം ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കും. ഇപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചാൽ കഴിഞ്ഞു പോയ, ഇപ്പൊ എനിക്ക് 35 വയസ്സായി, 34 വയസ്സിൽ ഞാൻ മുമ്പ് ചെയ്തു പോയ പാപങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഈ ഒരു നിസ്കാരത്തിന്റെ പാപം. ഡെയിലി നിസ്കരിക്കുന്ന ആൾ എത്ര ശുദ്ധനായി മാറുന്നൊക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു മുഅ്മിൻ, പൂർണ്ണ ശുദ്ധനായി മാറാണ്. തൗഹീദ് ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ. മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, കബറാളിയോട് തേടുന്ന ആളാണെങ്കിൽ, ദർഗക്ക് തവാഫ് ചെയ്യുന്ന ആള്, ദർഗക്ക് നേർച്ച വഴിപാട് നടത്തുന്ന ആളാണെങ്കിൽ, മരിച്ചുപോയവർ ഉറൂസ് നടത്തുന്ന ആളാണെങ്കിൽ എല്ലാ നാട്ടും പോയില്ലേ. അവൻ കാലാകാലം നരകത്തിലേക്കാണ് പോകുന്നത്. നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പോറ്റിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. എന്നാൽ പൂർണ്ണ മുവഹിദാണെങ്കിലാണ് ഈ നേട്ടങ്ങളൊക്കെ അവനക്ക് കൈവരിക്കാൻ പറ്റുക എന്ന് റസൂൽ പറഞ്ഞു. വദാലിക്കദ്ദഹ്റകുല്ല, ഇത് വർഷം മുഴുവനും ഉണ്ടാവും. എപ്പം ഒരിക്കലല്ല, എല്ലാ ദിവസവും വർഷം മുഴുവനും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചെറുപാവങ്ങളൊക്കെ മാപ്പാക്കിക്കൊണ്ടേയിരിക്കുമെന്ന്. 12ാമത്തെ കാര്യം, തുസല്ലി അൽ മലായിക്കത്തു അലാ സാഹിബിഹാ മാ ദാമ ഫീ മുസല്ലാഹു, നിസ്കാരപ്പള്ളിയിൽ നിസ്കാരത്തെയും വൈറ്റാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്. ഒരാള് നിസ്കരിക്കാൻ പള്ളി വന്നു, ഇഖാമത്ത് തൊട്ടിട്ടില്ല, നിസ്കാരവും കാത്തിരിക്കുകയാണ്. അവൻ നിസ്കാരവും കാത്തിരിക്കുകയാണെങ്കിൽ, അവനെ ആ പള്ളിയിൽ ഇരുത്തിയത് നിസ്കാരമാണ് എങ്കിൽ, വേറൊന്നുമല്ല എങ്കിൽ, ആ കാത്തുന്നത് കാരണമായി മലക്കൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സലാത്തിഹി ഫീ ബൈതിഹി വ സലാത്തിഹി ഫീ സൂഖിഹി ബിൽഅൻ വ 20 ദറജ. ഒരാളുടെ നിസ്കാരം ജമാഅത്തായിട്ടാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ, അയാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ചന്തയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 20 ചില്വാനം ഇരട്ടി പ്രതിഫലം അയാൾക്ക് കിട്ടുന്നതാണ് ജമാഅത്ത് നിസ്കരിച്ചാൽ. ചില റിപ്പോർട്ട് 25 എന്നുണ്ട്, ചില റിപ്പോർട്ട് 27 എന്നുണ്ട്. ഇതൊക്കെ നിസ്കരിക്കുന്ന ആളുടെ ഇഖ്ലാസും ഖുശൂഉം ഖുദൂഉം അനുസരിച്ചിട്ട് കൂടും കുറയും ചെയ്യും. ജമാഅത്ത് നിസ്കരിച്ചാൽ 20 പരം ദറജകൾ കൂലികൾ അവർക്ക് കിട്ടും. ബിൽഅൻ വ 20 ദറജ. വദാലിക അന്ന അഹദഹും ഇദാ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ സുമ്മ അത്തൽ മസ്ജിദ ലാ യൻഹസുഹു ഇല്ല സലാഹ് ലാ യുരീദു ഇല്ല സലാഹ്. ഒരാൾ വുളൂഅൊക്കെ നന്നായി വുളൂ ചെയ്ത് കൃത്യമായി നിർവഹിച്ചു, അയാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കാരമല്ലാതെ മറ്റൊന്നും അയാളവിടെ പിടിച്ചു വെച്ചിട്ടില്ല, നിസ്കാരമല്ലാതെ വേറൊന്നും അയാൾ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ ഒരാൾ വന്നാൽ ഫലം യഖ്തു ഖുത്വതൻ ഇല്ല റുഫിയ ലഹു ബിഹാ ദറജ, ഓരോ ചവിട്ടടിക്കും ദറജകൾ ഉയർത്തപ്പെടും. വഹുദ്ദ അൻഹു ബിഹാ ഖതിഅത്ത്, ഓരോ ചവിട്ടടിക്കും അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടും. ഹത്താ യദ്ഖുലൽ മസ്ജിദ്, പള്ളിയിൽ കയറുന്നവരെ. വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് വുളൂഅൊക്കെ ചെയ്തിട്ട് ഇറങ്ങി, അപ്പോൾ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഒരു ചവിട്ടടിക്ക് ദറജ ഉയർത്തും, മറ്റേ ചവിട്ടടിക്ക് പാപങ്ങൾ മാപ്പാക്കപ്പെടും. നടന്ന് പള്ളിയിൽ കയറുന്നത് വരെ. പള്ളിയിൽ കയറി കഴിഞ്ഞാലോ ഫൈദാ ദഖലൽ മസ്ജിദ കാന ഫീ സലാത്തിൻ മാ കാനത്തി സലാത്തു തഹബിസുഹു, നിസ്കാരത്തെ കാത്തിരിക്കുന്നിടത്തോളം കാലം അവൻ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ കൈയിട്ടിട്ടില്ല, നിസ്കാരത്തെ വൈറ്റാക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവൻ നിസ്കാരത്തിലാണ്. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ല ഫീ, നിസ്കരിച്ച മജ്ലിസിൽ തന്നെ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അടുത്ത നിസ്കാരത്തെയും കാത്ത് നിസ്കരിച്ച മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യുന്നു. യഖൂലൂൻ, മലക്കുകൾ പറയും, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹു നീ ഇവൻക്ക് കരുണ ചെയ്യണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു നീ ഇവൻക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ തുബ് അലൈ, അല്ലാഹു ഇവന്റെ തൗബ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കാത്തിരിക്കുന്ന കിട്ടുന്ന കൂലിയാണ്. മാലം യുഅ്ദി ഫീഹി മാലം യുഹ്ദിസ് ഫീഹി, അവൻ ആ ഇരിക്കുന്നിടത്തുനിന്ന് വേറെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ല, ഗീബത്ത് നമീമത്ത് എന്ന് പറയുന്ന ആളാകാൻ പാടില്ല, അതുപോലെ തന്നെ അശുദ്ധി ഉള്ള ആളുമാകാൻ പാടില്ല, വുളൂയിലാവണം. അങ്ങനെ ഇരുന്നാലാണ് മലക്കുകൾ ദുആ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. മലക്കുകൾ ദുആ അല്ലാഹു സ്വീകരിക്കും. 13ാമത്തേത് ഇന്തിലാറുഹാ റിബാതുൻ ഫീ സബീലില്ലാഹ്, നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ പോലെയാണ് അവൻ എന്നാണ്. റിബാത്താണ്.
നിസ്കാരത്തിന് കാത്തിക്കുന്ന ആള്, അയാള് പട്ടാളക്കാരൻ എന്ത് ചെയ്യും? നാടിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ എപ്പോഴും ഉണർവിലുണ്ടാവുക അല്ലെ? ശത്രു പക്ഷത്തിൽ നിന്ന് ആർക്കും വരുന്നുണ്ടോ ഇല്ലയോ, മുസ്ലിങ്ങളെയും ഇസ്ലാമിക രാഷ്ട്രത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളെ പോലെയാണ് അവൻ. ഉള്ളിടത്തോളം കാലം നാടിനൊന്നും പറ്റൂല, നാട്ടുകാർക്കൊന്നും പറ്റൂല, അവൻ സംരക്ഷിക്കും അല്ലെ? അതിനാണല്ലോ അവൻ നിർത്തിയത്, പട്ടാളക്കാരനെ നിർത്തിയല്ലേ? അതേപോലെയാണ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, ദറജകൾ ഉയർത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാലു ബലാ യാ റസൂലല്ലാഹ്, സഹാബാക്കൾ പറഞ്ഞു തന്നാലും പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹ്, പ്രയാസങ്ങളുള്ള സന്ദർഭത്തിൽ വുളു പൂർത്തിയായി നിർവഹിക്കുക. എന്നാൽ തണുപ്പുണ്ടാകും, നല്ല തണുപ്പുണ്ടാകുമ്പോൾ വെള്ളം തൊടാൻ കഴിയില്ല ചില നാടുകളിലൊക്കെ, അപ്പോഴും പൂർണ്ണമായും വുളു ചെയ്യുക. അല്ലെങ്കിൽ കൈക്കും കാൽക്കും വേദന, വെള്ളം തൊടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും സഹിച്ച് അവൻ ചെയ്ത് വുളു പൂർണ്ണമായി നിർവഹിച്ചു. പ്രയാസം ഉണ്ടായിട്ട് കൂടി വുളു പൂർണ്ണമായി നിർവഹിക്കുകയാണ് എങ്കിൽ വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ധാരാളം നടന്നു പോവുക എന്നുള്ളത്, വന്തിലാറുസ് സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തു നിൽക്കുക എന്നുള്ളതും പറഞ്ഞ അമല് നോക്കിയേ. ഇന്നത്തെ ആൾക്കാർ വലിയ രാഷ്ട്രീയം പ്രസംഗിക്കുന്നു, വലിയ സാമൂഹിക സേവനങ്ങളൊക്കെ പറയുന്നു, അവരുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനത്തെ അമലുകളില്ലെങ്കിൽ നഷ്ടമാണ്. റസൂലുള്ള പറഞ്ഞ അമല് നോക്കിയേ, കൃത്യമായി വുദൂ ചെയ്യുക, ധാരാളമായി നടന്ന് പള്ളിയിലേക്ക് പോവുക, അതേപോലെ തന്നെ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെയും കാത്തു നിൽക്കുക. ഫദാലിക്കുമുർ റിബാത്ത്, അതാണ് അതിർത്തി സംരക്ഷണം. അതിർത്തി സംരക്ഷണം, അതിർത്തി സംരക്ഷിക്കുന്ന ആള് ആ ശത്രുപക്ഷത്തിൽ നിന്നുമുള്ള ആരെയും നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാത്തതുപോലെ കൃത്യമായി വുദൂ ചെയ്യുന്ന ആള്, കൃത്യമായി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആള്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെയും കാത്തു നിൽക്കുന്ന ആള്. ആ കാത്തു നിൽക്കുന്നതിനെ പണ്ഡിതന്മാർ രണ്ടിൽ വ്യാഖ്യാനിച്ചു. ഒന്ന്, നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുക അടുത്ത നിസ്കാരം വരെ, അങ്ങനെയുമാകാം. ജോലിക്കാരനാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നു, അടുത്ത നിസ്കാരത്തിന് ടൈമായോ എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവൻ ജോലി സ്ഥലത്ത് ഉണ്ടാകുക, പക്ഷെ നിസ്കാരത്തിന് കാത്തു നിൽക്കുക, അടുത്ത നിസ്കാരത്തിന്റെ ബാങ്കായോ എന്ന് കാത്തു നിൽക്കുന്നു. അങ്ങനെയുള്ളതും ഇതിൽ പെടുന്നതാണ്. ഈ അമലുകൾ ശൈത്താൻ പ്രവേശിക്കുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന അതിർത്തി സംരക്ഷണമാണ്. ഹറാമുകൾ ചെയ്യുന്നതിൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. നരകത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ഇതാണ് വദാലിക്കുമുർ റിബാത്ത്. ഈ അമലുകൾ കൃത്യമായി ചെയ്യുന്ന ആള്, അയാൾ അല്ലാഹുവിന് നല്ല ബന്ധമുള്ള ആളായിരിക്കും. അയാൾ ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട ആളായിരിക്കും, ദേഹേച്ഛയുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട ആളായിരിക്കും. നെഫ്സിനെ അയാൾക്ക് ഈ അമലുകളിലൂടെ നരകത്തിന് രക്ഷപ്പെടുത്താൻ പറ്റും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് അതിർത്തി സംരക്ഷണവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയത്. അതിർത്തി സംരക്ഷിക്കുന്ന ആള് നാടിനെയും നാട്ടുകാരെയും സംരക്ഷിക്കുന്നത് പോലെ ഈ അമലുകൾ അമൽ ചെയ്യുന്ന ആളെ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരക്കാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 14-ാമത്തേത്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ഒരാൾ കൃത്യമായി നിസ്കരിക്കുകയാണ് എങ്കിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചതുപോലെയാണ്. അജ്റു മൻ ഖറജ ഇലൈഹ, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ് കൂലി കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിലായി ഹജ്ജ് ചെയ്ത ആളുടെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സലാത്തിൻ മക്തൂബ, വീട്ടിൽ നിന്നും വുദൂ ചെയ്തുകൊണ്ട്, കുറേ ഹദീസ് അത് ആവർത്തിച്ചു അല്ലേ, വീട്ടിൽ നിന്നും വുദൂ ചെയ്തുകൊണ്ട്, അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്തു വരണം. ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിലായി ഹജ്ജ് ചെയ്യുന്ന ആളുടെ കൂലി പോലെയാണ് അയാളുടെ കൂലി എന്ന്. അയാൾക്ക് 2 ഗുണമുണ്ട്. ഹജ്ജ് ചെയ്ത എന്ന് പറഞ്ഞാൽ ഹാജിയാണ്, മുഹ്രിമാണ്, ഇഹ്റാമിലുമാണ്. അതേപോലെ തന്നെ നിസ്കരിക്കുന്നുണ്ട്, അയാള് മുതതഹിറാണ്, വുദൂ ഉള്ള ആളായിട്ടാണ് വരുന്നത്. വുദൂ ഉള്ള ആളായിട്ട് വരുമ്പോൾ ശ്രേഷ്ഠത കൂടി. വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നത് ഇഹ്റാമിലായി ഹജ്ജ് ചെയ്യുന്ന ആളുടെ കൂലിയാണ് എന്ന്. വമൻ ഖറജ ഇലാ തസ്ബീഹി ളുഹ, ആരെങ്കിലും ളുഹ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നാൽ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു, അവനെ അവിടെ എത്തിച്ചത്, അവനെ ക്ഷീണിപ്പിച്ചത്, അവിടെ എത്തിച്ചത് നിസ്കാരം മാത്രമാണ് എങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ നിർവഹിച്ച ആളുടെ കൂലി കിട്ടും. ളുഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നാൽ.
സ്വലാത്തുൻ അലാ ഇസ്രി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫി ഇല്ലിയീൻ. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം നിർവഹിക്കുന്ന ആള് ആ നിസ്കാരത്തിനിടയിൽ എന്തില്ല, മോശമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവന് ഇല്ലീങ്ങളുടെ ഉന്നത ദർജയിൽ അവൻ എഴുതുന്നതാണ് എന്ന്. ഇല്ലീങ്ങളുടെ കൂട്ടത്തിൽ അവനെ എഴുതുന്നതാണ്. വലിയ ദർജയാണ്, ഉയർന്ന സ്ഥാനം, സ്ഥാനത്തിന്റെ മേൽ സ്ഥാനം അവർക്ക് കിട്ടുന്നതാണ് എന്ന്. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം, ആ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല, ലഘുവൊന്നും ഉണ്ടാകാൻ പാടില്ല. മോശമായ കാര്യങ്ങൾ ചെയ്യാതെ രണ്ട് നിസ്കാരം നിർവഹിക്കാൻ പറ്റിയാൽ അവന് എല്ലിയിൽ എഴുതപ്പെടുന്നതാണ് എന്ന്. 15 മൻ സുബിക ബിഹാ വഹുവ മിൻ അഹ്ലിഹാ ഫലഹു മിസ്ലു അജ്രി മൻ ഹളറഹാ. നിസ്കരിക്കുന്ന കൃത്യമായി പള്ളി വരുന്ന ഒരാളാണ് എങ്കിൽ ഒരു ദിവസം പള്ളി വരുമ്പോഴേക്കും നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞെങ്കിൽ അയാൾക്ക് നിസ്കാരം ജമാഅത്തിൽ പങ്കെടുത്ത കൂലി കിട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ സുമ്മ റാഹ. വീട്ടിൽ നിന്ന് ഒരാൾ വുദൂ ചെയ്തു, നന്നായി വുദൂ ചെയ്തു, എന്നിട്ട് പുറപ്പെട്ടു. ആ ഹദീസിന് വന്നത് വീട്ടിൽ നിന്ന് വുദൂ ചെയ്യാൻ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഫവജദൻ നാസ ഖദ് സല്ലു. പക്ഷെ പള്ളിയിലെത്തുമ്പോഴത്തേക്കോ ജനങ്ങളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞു. പക്ഷെ ഓനപ്പോൾ നിസ്കരിക്കാൻ വരുന്ന ആളാണ്, അന്നെന്തോ കാരണത്താൽ ലേറ്റ് ആയി പോയി എങ്കിൽ ആഅതാഹുല്ലാഹു മിസ്ല അജ്രി മൻ സല്ലഹാ വഹളറഹാ. അവർക്ക് നിസ്കരിക്കുകയും ജമാഅത്തായി നിസ്കരിക്കുകയും പള്ളിയിൽ ഹാജരാകുകയും ചെയ്ത ആളുടെ അതേ കൂലി അവർക്ക് അള്ളാഹു നൽകുന്നതാണ്. ലാ യൻഖുസു ദാലിക മിൻ അജ്രിഹിം ഷൈഅ. പക്ഷെ മറ്റുള്ളവരുടെ കൂലി ഒന്നും കുറയില്ല, അവർക്ക് ആ കൂലി ഉണ്ടാവും. പക്ഷെ ജമാഅത്തിന് എത്താത്ത ഇവർക്ക് ഓനെ നിയത്തതായിരുന്നു, അങ്ങനെ നിസ്കരിക്കുന്ന ആളിൽ പെട്ട ആളാണ്, ജമാഅത്ത് ശ്രദ്ധിക്കുന്ന ആളാണ് അവൻ. പക്ഷെ ചില കാരണങ്ങളാൽ വിട്ടുപോയതാണ്, ലേറ്റായി പോയതാണ് എങ്കിൽ അതേ കൂലി അവർക്ക് കിട്ടുന്നതാണ് എന്ന്. 16 ലാസ്റ്റ് ശ്രേഷ്ഠത 16 ഇദാ തതഹറ വഖറജ ഇലൈഹാ ഫഹുവ ഫീ സ്വലാത്തിൻ ഹത്താ യർജിഅ. ഒരാൾ വുദൂ ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അവൻ നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ നിസ്കാരത്തിലാണ്. അപ്പോൾ പോകുന്നതിൻ്റെയും കൂലി കിട്ടി, തിരിച്ച് വീട്ടിലെത്തുന്നതിൻ്റെയും കൂലി കിട്ടി. ഒരാൾ നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്നതും കൂലിയാണ്, നിസ്കരിക്കുന്നതും കൂലിയാണ്, നിസ്കരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും കൂലിയാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന് വസീല, അതിലേക്ക് പോകുന്നത്, അതിൻ്റെ കൂലി കിട്ടി. 2 ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ കൂലി. 2 തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എക്സ്ട്രാ സായിദയാണത്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്തല്ല, നിസ്കാരമല്ല, നിസ്കാരത്തിലേക്കും അല്ല. പക്ഷേ ഓൻ വന്നത് എന്തിനാണ്, നിസ്കരിക്കാനായത് കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഓനക്ക് കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, നിയ്യത്തിന്റെ ഫലമാണ് അതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലഅ അഹദുകും ഫീ ബൈതിഹി സുമ്മ അതൽ മസ്ജിദ. ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്തിട്ട് പള്ളിയിലേക്ക് വന്നാൽ കാന ഫീ സലാത്തിൻ ഹത്താ യർജിഅ. ഓൻ തിരിച്ച് മടങ്ങി പോകുന്നത് വരെ നിസ്കാരത്തിലാണ്. ഫല യകുൽ ഹകദ വശബ്ബക ബൈന അസാബിഹി. വിരലുകൾ പൊട്ടിക്കരുത്, തശ്ബീക്ക്, വിരൽ പൊട്ടിക്കരുത്, ടക്ക് ടക്ക് വിരൽ പൊട്ടിക്കല്ല, വിരൽ തശ്ബീക്ക് ചെയ്യരുത്, കൂട്ടി ചേർക്കരുത്. ഇങ്ങനെ പള്ളി നിസ്കാരത്തിൽ ഇങ്ങനെ കൈയെട്ടാൻ പാടില്ല, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹീനി യഖ്റുജു അഹദുകും മിൻ മൻസിലിഹി ഇലാ മസ്ജിദി ഫരിജുലുൻ തുക്തബു ഹസനതൻ വരിജുലുൻ തുഹത്തു സയ്യിഅതൻ. അല്ലെങ്കിൽ റിജുലുൻ തക്തുബു ഹസനതൻ വരിജുലുൻ തഹത്തു സയ്യിഅതൻ ഹത്താ യർജി. വീട്ടിൽ നിന്ന് വുദൂ ചെയ്തിട്ട് എൻ്റെ പള്ളിയിലേക്ക് വന്നാൽ ഒരു കാല് നന്മയെഴുതും, മറ്റേ കാല് അവൻ്റെ തിന്മയും മായ്ച്ചു കളയും, അവൻ മടങ്ങി വരുന്നത് വരെ എന്ന്. അതാ വല്ലാഹു അൽഹംദുലില്ലാ. ഇതോടെ നമ്മുടെ ഈ കിതാബ് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ മറ്റൊരു കിതാബ്, ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കിതാബ് നമ്മൾ വായിക്കാൻ തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.